അല്ലേട്ടൻ തന്നെ കുളത്തിൽ മുങ്ങിച്ചാകാൻ പോയ അല്ലേട്ടൻ. ഈ കമ്പിത്തിരി കുത്തിയ അല്ലേട്ടൻ. സന്തോഷം പാട് വാങ്ങിയിട്ടില്ല. ആച്ചി ദേവി പ്രസാദിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ പിന്നാലെ ഇത്രയും നേരം ശ്രീനേഷോടും അൻപോടും അനന്തവിനോടും സംസാരിച്ചിരുന്നു. സംസാരിച്ചോട്ടെ. സംസാരിക്കാൻ ഇവിടെ ആളുണ്ട്. വളരെ ശരി. സംസാരിക്കാൻ ഏത് കഴിവെ കൊണ്ട് സാധിക്കും. കാപ്പി ഉണ്ടാക്കാൻ നീ തന്നെ വേണം. വേണ്ടത് നമുക്ക് സംസാരിക്കാം. ആന്ധ്രമേ ഇരിക്കടാ, സംസാരിക്കേ. പ്രായമായിട്ടും അമ്മാവന്റെ പഴയ സ്വഭാവത്തിനുമായിട്ടല്ല. അണ്ണ മൂത്താൽ മരങ്ങേറ്റം മറക്കുമോടാ. അപ്പോ അപ്പൂപ്പന്റെ സംസാര രീതി തന്നെയാ അനിലമ്മാവന്റെ. തന്തയ്ക്ക് പോലെ വേണമെന്നൊരു ദോഷം എനിക്കുണ്ട്. എന്താണ് ആച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ചായക്കടയിലെ പലഹാരം പോലെ. എനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അല്ലേ എന്റെ പോലെ. അമ്മാവൻ മണ്ഡലത്തിൽ ജനിച്ചു വളർന്നവനല്ലേ. ഉണക്കമീനും മുട്ടയൊക്കെയാണ് പ്രിയം. മുട്ട ഓമനയ്ക്ക് ആക്കരുതായിരുന്നു. മുട്ട റോസ്റ്റാണ് അമ്മാവന് പ്രിയം. ആച്ചിയുടെ പ്ലേറ്റോടെ ഞാൻ പിന്നെ കഴിച്ചോളാം. അതല്ലല്ലോ പുഷ്പാലയത്തിലെ പതിവ്. വേഗം ഒരു പ്ലേറ്റ് കൂടെ വിളമ്പ്. ഞാൻ പിന്നെ കഴിച്ചോളാം അനിലേട്ടാ, പിന്നെ കഴിച്ചോളൂ. ഓ അങ്ങനെയാ. ചേച്ചി ഉണ്ടായിരുന്നപ്പോഴത്തെ പതിവൊക്കെ വിട്ടോടാ ഗോപി. അമ്മാവൻ കഴിക്കും. അമ്മാവൻ പഴയ പതിവ് തുടരാനാണ് ആഗ്രഹിക്കുന്ന അനുഗ്രഹനെ. ആച്ചിയിലൂടെ കഴിക്കുന്നുള്ളൂ. പ്ലേറ്റ് 3 മതി. ഇരിക്കാൻ. കഴിക്കും. അടയ്ക്കണ്ട, കഴിക്കും. കഴിക്കും.